ഇനി തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്കാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരസ്യ പ്രചാരണം ഉടൻ അവസാനിക്കുകയാണ്. ഇനി കുറച്ചു നിമിഷങ്ങളാണ് ബാക്കിയുള്ളത്. നവംബർ 6-നും 11-നുമായാണ് വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പിൽ വമ്പൻ പ്രഖ്യാപനവുമായാണ് ഇന്ത്യൻ സഖ്യം രംഗത്തുള്ളത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബാലു, വലിയ വാഗ്വാദങ്ങൾക്കും വലിയ പ്രചാരണങ്ങൾക്കും വലിയ താരനേതാക്കൾ തന്നെ രംഗത്തിറങ്ങിയിട്ടുള്ള പ്രചാരണങ്ങൾക്കൊക്കെയാണ് ബീഹാർ സാക്ഷ്യം വഹിച്ചത്. അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും വോട്ട് ഉറപ്പിക്കാനായിട്ടുണ്ടോ? എങ്ങനെയാണ്? കൊട്ടിക്കലാശം കൊട്ടിക്കയറുകയാണോ? അക്ഷയ, നമ്മുടെ ഉള്ളതുപോലുള്ള കൊട്ടിക്കലാശങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 121 മണ്ഡലങ്ങളിലെയും പരസ്യപ്രചാരണം അവസാനിക്കുന്നതായിരിക്കും. കാരണം 6 മണിക്കാണ് പരസ്യപ്രചാരണം അവസാനിക്കുന്നത്. ഈ 121 മണ്ഡലങ്ങളിലും പരസ്യപ്രചാരണം അവസാനിക്കുന്നത്. ഈ അവസാന ദിവസം ഈ പ്രധാനപ്പെട്ട പ്രചാരകരെല്ലാം തന്നെ ഈ വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു. തേജസ്വി യാദവ് ഇന്ന് പട്നയ്ക്ക് സമീപത്തായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രചാരണം ഏറെക്കുറെ ഈ പട്ന കേന്ദ്രീകരിച്ചായിരുന്നു അവസാന ദിവസം ഉണ്ടായിരുന്നത്. നിതീഷ് കുമാറും ഇന്ന് പട്ന കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പരിപാടികളിലായിരുന്നു ഏർപ്പെട്ടിരുന്നത്. രാവിലെ തേജസ്വി യാദവിൻ്റെ RJDയുടെ ഭാഗമായി RJD സംഘടിപ്പിച്ചിരുന്ന റാലികളും മറ്റും ഉണ്ടായിരുന്നു. അതിലായിരുന്നു തേജസ്വി യാദവ് തൻ്റെ അവസാന ദിവസം വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി നടന്നിരുന്നത്. ഈ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 121 മണ്ഡലങ്ങളിൽ 10 ഏതാണ്ട് സൂപ്പർ പോരാട്ടമാണ് നടക്കുന്നത്. ഇതിൽ തേജസ്വി യാദവ് മത്സരിക്കുന്ന രാഘവ്പൂർ, അതുപോലെ തന്നെ തേജസ്വി യാദവിൻ്റെ സഹോദരൻ തേജ് പ്രതാപ് യാദവ് മത്സരിക്കുന്ന മഹുവ തുടങ്ങിയ മണ്ഡലങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഈ ഒന്നാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് മിക്ക സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നിർണായകമാണ്. കാരണം ഈ പരമാവധി ചാഞ്ചാട്ടമുള്ള മണ്ഡലങ്ങളാണ് ഈ ഒന്നാം ഘട്ടത്തിൽ ഈ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഈ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പട്ന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായ തോതിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പട്നയിലും മറ്റന്നാളാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നാളെ നിശബ്ദ പ്രചരണമാണ് ഈ 121 മണ്ഡലങ്ങളിൽ നടക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ നാളെ ഈ പട്നയിൽ നാളെ ഈ ബീഹാറിൽ എത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി നാളെ ഗയയിലാണ് പ്രചരണം നടത്തുന്നത്. തേജസ്വി യാദവ് ഉൾപ്പെടെ ഈ ബീഹാറിൽ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ തങ്ങളുടെ പ്രചരണം നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഈ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെയധികം ആവേശത്തിലേക്ക് മാറുകയാണ്. ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്നാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും വിലയിരുത്തുന്നത്. പക്ഷേ ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ NDA സഖ്യവും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഒരു പടി കൂടി കടന്ന് തേജസ്വി യാദവ് തൻ്റെ പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ തീയതി ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അതായത് നവംബർ 18-ന് പട്നയിൽ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ താൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് ഇന്ന് തേജസ്വി യാദവ് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്.